ഹായ് ഫ്രണ്ട്സ്, ഇന്നും നമ്മൾ ഒരു യാത്ര തന്നെ പോവാണ്. അത് അധികം ദൂരമൊന്നുമില്ല. മസ്കറ്റിൽ നിന്ന് വെറും 31 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. മറ്റൊരു സ്ഥലമല്ല, അതിൻ്റെ പേര് വരണത് ബന്ദർ അൽ ഖൈറാൻ. ഇത് പോണ റൂട്ട് വരുന്നത് യത്തി പോണ സെയിം റൂട്ടാണ്. യത്തി എത്തുന്നതിന് മുന്നായിട്ട് റൈറ്റ് തിരിഞ്ഞ് ജസ്റ്റ് ഒന്ന് പോയാൽ മതി. പിന്നെ സ്റ്റാർട്ടിങ്ങിലാണ് ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പറഞ്ഞത്. അത് മെയിൻ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡായിട്ട് പറയുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മളീ പോണ വഴി തന്നെയാണ് കന്താവ് ബീച്ചിലേക്കുള്ള റോഡ് വരണത്. നമ്മൾ പോണ സമയത്ത് റോഡിൻ്റെ സൈഡിലായിട്ട് കഴുതകളൊക്കെ നിൽക്കണം കാണാം. ഈ എത്തി ഏരിയയിൽ ഒരുപാട് കഴുതകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നോക്കി ഡ്രൈവ് ചെയ്യുക. ഈ എത്തിയുടെ അവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് മലകളുടെ ഇടയിലൂടെയൊക്കെയാണ് ഈ വഴി പോണത്. അപ്പോൾ അങ്ങനെയുള്ള പോകുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന വണ്ടികളൊക്കെ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ മേ ബി ഓപ്പോസിറ്റ് വന്ന വണ്ടികളൊക്കെ നല്ല സ്പീഡാണെങ്കിൽ കുറച്ച് അപകടമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് നോക്കി പോണത് വളരെ നല്ലതാണ്. ഈ ബന്ദർ അൽ ഖൈറാനിലേക്ക് മുമ്പ് ഞാനൊരു 5 വർഷം മുന്നേ പോയിട്ടുണ്ടായിരുന്നു. ആ പോണ സമയത്ത് ഇൻ ബിറ്റ്വീൻ ഈ ഒരു സ്പോട്ടിൽ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ചെറിയൊരു കപ്പൽ ഇവിടെ കിടക്കണ്ടായിരുന്നു. ഫുള്ളായിട്ട് ഇങ്ങനെ മരം കൊണ്ടൊക്കെ പണിതത്. പക്ഷേ ഇപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അത് കാണാനില്ല, അതിൻ്റെ അവശിഷ്ടം പോലും കാണാനില്ല. ഇപ്പോൾ ഇവിടെ ആകെ ഉള്ളത് മീൻ പിടിക്കാൻ പോണ ചെറിയ ഫിഷിംഗ് ബോട്ടുകളാണ്. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് വീണ്ടും യാത്ര തുടർന്നു. നിങ്ങൾ ഈ സ്പോട്ടിലേക്ക് പോകുന്ന സമയത്ത് റോഡിൻ്റെ 2 സൈഡിലായിട്ട് കാണാം ഈ മലേനൊക്കെ നല്ല രീതിയിൽ ചെത്തി വെച്ചാണത്. അതായത് മല ഇടിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെത്തി സെറ്റാക്കി വെക്കണത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പോട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഏകദേശം നമ്മുടെ നാട്ടിലുള്ള കണ്ടൽക്കാട് പോലെ ഒരു പ്രതീതി തരുന്ന രീതിയിലുള്ള കുറേ മരങ്ങളും കാര്യങ്ങളും. ഏകദേശം ആ ഒരു ഏരിയയിൽ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് ആർത്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏകദേശം സ്പോട്ടൊക്കെ എത്തി തുടങ്ങി. ഇവിടെ നിങ്ങൾക്ക് കാറൊക്കെ പാർക്ക് ചെയ്തതിന് കാണാം. ഇവിടെ മുകളിൽ പാർക്ക് ചെയ്തിട്ട് ആളുകളൊക്കെ താഴത്തേക്ക് നടന്നാണ് പോണത്. അതായത് സലൂൺ കാറൊക്കെ താഴത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ കയറി വരാനായിട്ട് കുറച്ച് പാടുണ്ട്. 4x4 ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വിശാലമായിട്ട് കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്പോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത്യാവശ്യം കുറേ വണ്ടികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കുറേ പേരൊക്കെ ഇങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇങ്ങോട്ടൊന്ന് നടന്നു നോക്കാം. കണ്ട ഒരുപാട് സ്ഥലത്തൊക്കെ ഇങ്ങനെ അടുപ്പൊക്കെ കൂട്ടി കണ്ട ഒരു ബാർബിക്ക് കടിച്ചതിൻ്റെയൊക്കെ ഇതുകളുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാർബിക്ക് അടിക്കാനൊക്കെ വരും. ഒമാനിൽ നല്ല സ്പോട്ടൊക്കെ അന്വേഷിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ബാർബിക്ക് കടിക്കാം. എന്താ പറയുക, ഒരു ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ താഴത്തേക്ക് വെള്ളത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെ പോകുമെന്ന് വെച്ച് ടെൻഷൻ അടിക്കണ്ട. ഈ മലകളുടെ ഇടയിലൂടെയൊക്കെ അത്യാവശ്യം നടപ്പാതകളൊക്കെ ഉണ്ട്. അതിൽ കൂടെ പതുക്കെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് താഴത്തേക്ക് എത്താം. പിന്നെ നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൂറിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. എന്താ പറയുക, നിങ്ങളുടെ കപ്പിൾസായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ വരണമെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി പിക്ചറൊക്കെ എടുക്കാനായിട്ട് നല്ലൊരു സ്പോട്ട് തന്നെയാണത്. അതേപോലെ ഒരുപാട് ആളുകൾ ഈ മലകളൊക്കെ അങ്ങനെ കവർ ചെയ്ത് ക്രോസ് ചെയ്തൊക്കെ പോകുന്നുണ്ട്, ഹൈക്കിംഗ് ഒക്കെ പോലെ. ഇതിൻ്റെ അപ്പുറത്തൊക്കെ നല്ല ഹിഡൻ ആയിട്ടുള്ള വേറെ പ്ലേസുകളൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നല്ല നല്ല സ്പോട്ടൊക്കെ ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നിന്ന ഭാഗത്ത് നിന്ന് നമ്മൾ കുറച്ചും കൂടി താഴത്തേക്ക് വന്നു. അതായത് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തേണ്ട ഏരിയക്ക്. ഇപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് മലയുടെ ആ ഒരു സൈഡിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നമുക്ക് പയ്യെ നടന്ന് ഈ ഏരിയയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഈ ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത് അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം കുറച്ച് റിസ്ക്കും ഉണ്ട്, എന്നാൽ അതിൻ്റെതായ ഒരു മനോഹരമായുള്ള പല കാഴ്ചകളും നമുക്ക് കാണാം, എക്സ്പീരിയൻസ് ചെയ്യാം. നിങ്ങൾ ഫാമിലി ആയിട്ട് വരണേ, അതുപോലെ കുട്ടികളൊക്കെ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അല്പം കൂടി ഒന്ന് കെയർ ചെയ്താൽ നന്നായിരിക്കും. കാരണം ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഡീപ്പായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഈ ഒരു സ്പോട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നല്ല മനോഹരമായ അടിപൊളി വേറൊരു സ്പോട്ടും കൂടി കാണാം. അതുപോലെ ഈ ഒരു ഏരിയയിൽ ഒരുപാട് ബാർബിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ബോട്ടും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഈ മലയുടെ സൈഡിൽ കൂടെ, അതായത് ലെഫ്റ്റ് സൈഡിൽ കൂടെ താഴത്തേക്ക് വഴിയുണ്ട്. അപ്പോൾ അതിൽ കൂടെ നമുക്ക് പോവാം. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ സലൂൺ കാർ കൊണ്ട് ഇറങ്ങാൻ പറ്റില്ല, ഇറങ്ങി കഴിഞ്ഞാൽ പണിയാവും. കാരണം അവിടെ ഇറങ്ങുന്ന എല്ലാ വണ്ടികളും 4x4 ആണ്. വലിയ വണ്ടികൾക്ക് മാത്രമാണ് ഇറങ്ങി കഴിഞ്ഞാൽ കയറാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട്. ജെറ്റ്സ്കി ഉണ്ട്, ബനാന ബോട്ട് ഉണ്ട്, അതുപോലെ സാധാ ബോട്ട് ഉണ്ട്, പിന്നെ യാച്ച് ഉണ്ട്. അങ്ങനെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. പിന്നെ ഇത് മാത്രമല്ല, ആളുകൾ സ്നോർക്കിൾ ചെയ്യാനും വരുന്നുണ്ട്. നല്ല പ്യുവർ വാട്ടർ ആയതുകൊണ്ടും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ടൊക്കെ സ്നോർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ ഏറ്റവും രസകരമായ ഒരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അധികം ആഴമൊന്നുമില്ല. ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഹൈറ്റൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ അടുത്ത മലയിലേക്ക് ഈ വെള്ളത്തിൽ കൂടെ നമുക്ക് നടന്ന് തന്നെ പോവാം. ഈ ഒരു സ്പോട്ടാണ് നമ്മൾ നേരത്തെ കാറൊക്കെ പാർക്ക് ചെയ്തിരുന്നത്. ഈ ഒരു പോയിന്റിൽ നമുക്ക് കുറച്ചും കൂടി, അതായത് കുറേ കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ വളരെ സേഫായിട്ട് നമുക്ക് വേണമെങ്കിൽ ബാർബിക്ക് കടിക്കാം. ഏതൊരു സിനിമയായാലും ആളുകൾക്ക് ട്വിസ്റ്റ് ഉണ്ടാവണം. ട്വിസ്റ്റ് ഉണ്ടായാലുള്ള കാര്യങ്ങളുള്ളൂ. അപ്പോൾ ചെറിയൊരു ട്വിസ്റ്റാണ്, മറ്റൊന്നല്ല.
ഞാൻ ഈ വണ്ടിയിൽ ആളുടെ നിർബന്ധം കൊണ്ടാണെന്ന് കയറിയിരുന്നത്. എന്നോട് എക്സ്പീരിയൻസ് ചെയ്തൊന്ന് പറഞ്ഞു. മറ്റാരുമല്ല, ഈ വണ്ടിയുടെ ക്യാപ്റ്റൻ തന്നെയാണ്. ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പേര് മിസ്റ്റർ ലൂക്ക് എന്നാണ്. ഇതിൽ മൊത്തം 3 വണ്ടിയുണ്ട്. ഇതേപോലെ ഈ 3 വണ്ടി ഇവർ ഹോളണ്ടിൽ നിന്നുള്ള ട്രാവലേഴ്സാണ്. ഇവർ ഇങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ്. ഏകദേശം 13 ആൾ ഇവരുടെ കൂടെ തന്നെയുണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ എൻജിൻ റൂം എന്ന് പറഞ്ഞ് കാണിച്ചു തരണത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്നോട് വണ്ടിയുടെ ഉള്ളിൽ കയറിക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുത്തോ, എല്ലാ ആൾ പറയുന്നുണ്ട്. ഈ വണ്ടി കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് നോക്കിപ്പോവും. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നോർമലായിട്ടുള്ള ഒരു ലോറിയൊന്നുമല്ല. അതായത് ഇത് ജർമ്മൻ സോൾജിയേഴ്സിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇവരത് ഒരു ടൈമൊക്കെ കഴിയുമ്പോൾ അവർ പാട്ടത്തിന് ഇങ്ങനെ ലേലൊക്കെ വിളിച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇവർ എടുത്തിട്ട് ഇവരെ രീതിക്ക് ഇവർ കസ്റ്റമൈസ് ചെയ്തതാണ്. നമ്മുടെ നാടുകളിൽ 4x4 ഒക്കെ കണ്ടിട്ടുള്ളൂ. ഇതാണ് 8x8 എന്ന് പറയുന്ന സംഭവം. 8 വീലുമേയും പിടുത്താണ്. അതുപോലെ ഈ വണ്ടി എന്ന് പറയുമ്പോൾ മുകളിലേക്ക് കയറി വരുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആരായാലും നോക്കി പോവും. അതുമാത്രമല്ല, ഈ വണ്ടിയിൽ ഒരുപാട് കപ്പാസിറ്റികളുണ്ട്. അതായത് ഇങ്ങനെ ഒരു 13 മാത്രമല്ല, അതിലും കൂടുതൽ ആളുകൾക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഇതിലുണ്ട്. ഈ 3 വണ്ടിയുടെയും മുകളിലായിട്ടാണ് ഒരു ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് താഴെ ടെൻ്റ് അടിക്കുന്നതിലും കുറച്ചും കൂടി സേഫ് ആണല്ലോ മുകളിലൊക്കെ ടെൻ്റ് അടിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മുകളിൽ ഒരു ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ ഒരു വണ്ടിയിലാണ് ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സൈഡ് കിച്ചണും അതേപോലെ സ്റ്റോർ റൂമും ഉണ്ട്. സ്റ്റോർ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുക്ക് ചെയ്യാനുള്ള സകല സാധനങ്ങളും ആ സ്റ്റോർ റൂമിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ കുടിവെള്ളത്തിനായിട്ട് 2000 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുള്ള ടാങ്കാണ് ഇവരിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുകൂടാതെ 3 വണ്ടി കൊണ്ടെടുക്കുമ്പോൾ അത്യാവശ്യം ഇതിലുള്ള 2-3 ആളുകളൊക്കെ മെക്കാനിക്കുമാരാണ്. അതുപോലെ ഒരുവിധം എല്ലാവരും ഇതിൽ വണ്ടിയൊക്കെ മാറി മാറി അവർ ഓടിക്കും. പിന്നെ 10-13 സ്റ്റെപ്പിന് ടയേഴ്സ് തന്നെ ഉണ്ട്. എന്നാലല്ല, കാരണം ഈ ടയറുകൾ തന്നെ ഭയങ്കര ഹെവിയാണ്. എന്നാലും ഇൻ കേസ് വല്ല പഞ്ചർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ മാറാനായിട്ട് സ്റ്റെപ്പിനുകളും കൂടെ കൊണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവരുടെ എന്ന് പറയുന്നത് ഏകദേശം എല്ലാവരും 50 വയസ്സൊക്കെ കഴിഞ്ഞവരാണ്. 50, 60, 65 അങ്ങനെയുള്ള വയസ്സുള്ള ആളുകളാണ് ഇവരുടെ കൂട്ടത്തിലുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ 60 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂലയ്ക്ക് ഇരിക്കാന്നല്ലാണ്ട് ഇങ്ങനെ നടക്കണേ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്ത് എന്താ പറയുക, നമ്മുടെ ലൈഫിലൊക്കെ ആനന്ദം കണ്ടെത്തേണ്ടത്. അറബ് കൺട്രീസൊക്കെ കവർ ചെയ്തിട്ടാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. സൗദി അറേബ്യയൊക്കെ ഓൾറെഡി കവർ ചെയ്തെന്ന് പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ഇനിയിപ്പോൾ ഒമാൻ കവർ ചെയ്തു, ഇനി അടുത്ത ദുബായിലേക്ക് പോകും. അങ്ങനെ ഓരോരോ കൺട്രികൾ കറങ്ങാനാണ് ഓരോ പരിപാടി. അപ്പോൾ അവരവരുടെ ക്യാമ്പിങ്ങിനായിട്ടുള്ള ചെറിയ തിരക്കുകളിലൊക്കെയാണ്. അപ്പോൾ ഞാൻ അവരോട് സലാമൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങോട്ട് ഇറങ്ങി. ഇനി നമ്മൾ ബോട്ടുകളൊക്കെ ഹയർ ചെയ്യണ ആ ഒരു ഏരിയയിലേക്കാണ് പോണത്. നമ്മൾ ഈ ഇങ്ങോട്ടേക്ക് കയറി വന്ന സമയത്ത് ലെഫ്റ്റിലേക്കായിട്ടൊരു വഴി പോകണ്ടായില്ലേ, ആ വഴിക്കാണ് നമുക്ക് വരേണ്ടത്. മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നില്ലേ 4x4 മാത്രമാണ് കയറുള്ളത് പറഞ്ഞത്, ആ വഴിയാണ് ഈ വഴി. അപ്പോൾ ഇത് കാണുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഡെപ്തും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ ഇവിടെ കിടക്കുന്ന വണ്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചെറിയ വണ്ടികളൊന്നുമില്ല, എസ്പെഷ്യലി സലൂൺ കാഴ്സൊന്നും, ഒക്കെ വലിയ വലിയ വണ്ടികളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ ജെറ്റ് സ്കീം ബോട്ടുകളൊക്കെ നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ലോക്കലായിട്ട് തന്നെ ഒമാനീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിട്ടാണ് ഇവർ കൊടുക്കുന്നത്. നേരെ കാണുന്ന ചെറിയ ബോട്ട് അരമണിക്കൂറിന് 10 റിയാലാണ്. അതുപോലെ ഈ ബനാന ബോട്ട് അരമണിക്കൂറിന് 15 റിയാലാണ്. പിന്നെ ആ വലിയ ബോട്ടുണ്ടല്ലോ യാച്ച്, അത് അരമണിക്കൂറിന് 20 റിയാലാണ്. അതേപോലെ ജെറ്റ് സ്കിക്ക് അരമണിക്കൂറിന് 15 റിയാലാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ ലോക്കൽ അറബികളായതുകൊണ്ട് നമ്മൾ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലുമൊക്കെ കുറച്ച് തരും. അപ്പോൾ നിങ്ങളുടെ ഒരു ബാർഗെയിനിങ് പവർ പോലെ ഇരിക്കും അതൊക്കെ. പിന്നെ ഈ ജെറ്റ് സ്കി ഒന്നും ഇവിടെ ഇടുന്നില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നേരെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ്. സേഫ്റ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബന്ദർ അൽ ഖൈറാൻ്റെ വിശേഷങ്ങളൊക്കെ തീരാണ്. അപ്പോൾ ഇനി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.